രാജ്യാന്തര ക്രിക്കറ്റിലെ നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന ശീലം തുടരുന്ന നടപടിയാണ് IPL വീണ്ടും കൈക്കൊണ്ടിരിക്കുന്നത്. ബോളിംഗിനിടെ പന്ത് മിനുക്കാൻ തുപ്പലും വിയർപ്പും ഉപയോഗിക്കുന്നതിനുള്ള വിലക്ക് IPL നിന്നും പിൻവലിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കോവിഡ് കാലത്ത് നിലവിൽ വരികയും പിന്നീട് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ പ്രാബല്യത്തിലാക്കുകയും ചെയ്ത വിലക്കാണ് IPL നിന്നും മാത്രമായി ഇപ്പോൾ നീക്കിയിരിക്കുന്നത്. ഇന്നലെ മുംബൈയിൽ ചേർന്ന ക്യാപ്റ്റന്മാരുടെ യോഗത്തിലായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടത്. IPL നിലവിലുള്ള ഇമ്പാക്ട് പ്ലെയർ നിയമം 2027 വരെ ആയിരിക്കും തുടരുക. മഞ്ഞുവീഴ്ചയുള്ള മത്സരങ്ങളിൽ രണ്ടാം ന്യൂ ബോൾ അനുവദിക്കണമെന്നതാണ് കൈക്കൊണ്ടിട്ടുള്ള സുപ്രധാനമായ മറ്റൊരു തീരുമാനം. പന്തിൽ റിവേഴ്സ് സ്വിംഗ് ലഭിക്കുന്നതിനായി സലൈവ ബാൻ നീക്കണമെന്ന് ഇക്കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിക്കിടെ ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മുൻ ന്യൂസിലൻഡ് താരം ടീം സൗത്തെ ഉൾപ്പെടെയുള്ളവർ ഷമിയെ അനുകൂലിച്ച് രംഗത്തും വരികയുണ്ടായി. ബോളർമാർക്ക് സഹായകരമായ തീരുമാനത്തെ ക്യാപ്റ്റന്മാരിൽ കൂടുതൽ പേരും അനുകൂലിക്കുകയായിരുന്നു. ഇമ്പാക്ട് പ്ലെയർ നിയമത്തിനെതിരെ IPL ടീമുകൾ നിലപാടെടുത്തെങ്കിലും ഒട്ടേറെ ആഭ്യന്തര താരങ്ങൾക്ക് IPL അവസരം ലഭിക്കാൻ ഇത് ഇടയാക്കുമെന്നായിരുന്നു BCCI കൈക്കൊണ്ട നിലപാടെന്നത്. വൈഡിനും DRSL IPL മത്സരങ്ങളിൽ ഓഫ് സ്റ്റംപിന് പുറത്തുള്ള വൈഡ്, ബാറ്ററുടെ തലയ്ക്ക് മുകളിലൂടെയുള്ള വൈഡ് എന്നിവയിൽ അമ്പയറുടെ തീരുമാനം ഇനി ഡിസിഷൻ റിവ്യൂ സിസ്റ്റത്തിലൂടെ ടീമുകൾക്ക് പുനഃപരിശോധിക്കുവാനും കഴിയുന്നതാണ്. ലെഗ് സൈഡ് വൈഡുകളിൽ DRS ഉപയോഗിക്കാൻ നിലവിൽ നിയമത്തിൽ വ്യവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. IPL രാത്രി നടക്കുന്ന മത്സരങ്ങളിൽ സെക്കൻഡ് ന്യൂ ബോൾ ഉപയോഗിക്കാനും ഇനി അവസരം ഉണ്ടാകുന്നതാണ്. രണ്ടാം ഇന്നിംഗ്സിന്റെ ബാറ്റിംഗിന്റെ 11ാം ഓവർ മുതലാണ് പുതിയ ബോൾ ഉപയോഗിക്കാൻ കഴിയുക. രാത്രിയിലെ മഞ്ഞുവീഴ്ച മൂലം ബോളർമാർക്ക് നിയന്ത്രണം നഷ്ടമാകുന്നുവെന്നും ബാറ്റിംഗ് ടീമിന് ഇതിലൂടെ മേൽക്കൈ ലഭിക്കുന്നുവെന്നുള്ള പരാതി മറികടക്കാൻ കൂടിയാണ് ഈ തീരുമാനം.